ഹലോ, നമ്മൾ ഇന്ന് ഡ്രസ്സിനോടൊക്കെ സ്റ്റൈലായിട്ട് ഇട്ടുകൊണ്ടുള്ള ഒരു അടിപൊളി ബ്രേസ്ലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ടോ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ പിങ്കിൻ്റെ വേരിയസ് കളർ ഷെയ്ഡ്സാണ് എടുക്കുന്നത്. ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ആണ് എടുക്കുന്നത്. എന്നിട്ട് ചേർത്ത് വെച്ച് എല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് 4 ഒരുമിച്ചിരിക്കാൻ വേണ്ടിയാണ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതിനെ കറക്റ്റായിട്ടൊന്ന് നേരെ പിടിച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കയ്യിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് നേരെ ഒന്ന് അറേഞ്ച് ചെയ്ത് കറക്റ്റാക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പിന്നണം. അഥവാ നിങ്ങൾക്കത് ഫസ്റ്റ് കണ്ട് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണുക. 1-2 വട്ടമൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും മനസ്സിലാവും. ഞാൻ വളരെ സ്ലോയിലാണ് കേട്ടോ ചെയ്യുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് 2 ഡാർക്ക് കളർ ഇതുപോലെ ക്രോസ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈറ്റ് ഷെയ്ഡ് വീണ്ടും അതിൻ്റെ മുകളിൽ കൂടി എടുത്ത് വീണ്ടും വെക്കുന്നുണ്ട്. അതുപോലെ വീണ്ടും ഡാർക്ക് കളർ വെക്കുന്നുണ്ട്. അതുപോലെ ഫുള്ളും നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്തൊന്ന് ഫുള്ളും നമ്മൾ പിന്നിയെടുക്കുക. ഇപ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാൻ. അതായത് ഒന്ന് ലൈറ്റും ഒന്ന് ഡാർക്കും ആയിട്ട് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഭംഗിയാണ്. ഇതുപോലെ നമുക്ക് വേരിയസ് കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ഡ്രസ്സിനോടെയും മാച്ചായിട്ട് ചെയ്തിട്ടുണ്ടോ കേട്ടോ സ്കൂളിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് ശേഷം രണ്ടും കൂടി ഇതേ ചേർത്ത് ഒരു റൗണ്ട് പോലെ ആക്കിയിട്ട്, ടൂൾസ് ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ കൈവച്ച് തന്നെയാണ് സെക്യൂർ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ അറ്റഭാഗമൊന്നും കയ്യിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രേസ്ലെറ്റ്. ഈസിയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.